ഹലോ, ഞങ്ങളുടെ ലക്ഷദ്വീപിൽ കടച്ചക്കയാണ് കൂടുതലുള്ളത്. നിങ്ങളുടെ നാട്ടിലെ ചക്കയില്ല. ഒരു ഐലൻഡിൽ മിനിക്കോയിൽ ചക്ക കായ്ച്ചു. നിങ്ങളുടെ നാട്ടിലെ ഈ ചക്ക അതിന് ഞങ്ങൾ മലയാളം ചക്ക എന്നാണ് പറയുക. മലയാളി ചക്ക എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് വെച്ചാൽ മലയാളി എന്നാണ്. മലയാൻ ചക്ക കായ്ച്ചു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എനിക്ക് ഒരുത്തിന് അയച്ചിരുന്നു. വൈറലായിരുന്നു ആ ഫോട്ടോസൊക്കെ. അങ്ങനെ അത് ഭാഗ്യം, അൽഹംദുലില്ലാ. അങ്ങനെ ഒരിടത്ത് കായ്ച്ചു, ബാക്കിയുള്ള ദ്വീപിലൊന്നും അങ്ങനെ ആ ചക്ക ഇല്ല. പക്ഷേ ഒരു സന്തോഷം, വീണ്ടും ചക്ക കായ്ച്ചു ദ്വീപുകാരുടെ വീട്ടിൽ. ആ വീടുള്ളത് ലക്ഷദ്വീപിലല്ല, കേരളത്തിലാണുള്ളത്. ഇതാണ് മലയാൻ ചക്ക. അപ്പോൾ ഏതായാലും ചക്കക്ക് വേണ്ടി കുറേ പേര് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവിടെ പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കണം ഈ കുട്ടി എന്താ എങ്ങനെയെന്ന്. ഈ കുട്ടി ഇങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ഇത് തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും ലക്ഷദ്വീപിലേക്ക് വരുന്നതാണ് പുറത്തുനിന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലായെന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവം. പിന്നെ ഷെയർ ചെയ്യണം, ബന്ധുക്കൾക്ക് എല്ലാവരും കൊടുക്കണം. എൻ്റെ ഉമ്മാക്ക് നടുവൊടിഞ്ഞ് വരുന്നുണ്ട്. ഹെലികോപ്റ്ററാണ് ഞങ്ങൾ ദ്വീപിലത്തെ എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് വരുന്നത്. പിന്നെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകും. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ കൂടെ അത് കഴിക്കാൻ എൻ്റെ ഉമ്മ ഉണ്ട്. വൈഫും മക്കളൊക്കെ പോയി. അവർക്കൊന്നും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എൻ്റെ ബന്ധുക്കൾക്ക് പലർക്കും അത് കഴിക്കാൻ ഭാഗ്യം കിട്ടി. അവസാനം ഞങ്ങൾക്ക് ഒരു 4 എണ്ണം കിട്ടി. അതിലൊന്ന് ഞാൻ കഴിച്ചു. ബാക്കി ഉമ്മക്കും പെങ്ങൾക്കും കൊടുത്ത് അവർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണത്. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. എല്ലാവരും കഴിച്ചു. അൽഹംദുലില്ലാ, കഴിക്കട്ടെ. പടച്ചു നല്ല തരുന്നതല്ല. വിചാരിക്കുന്ന അതെല്ലാം തന്നെ പടച്ചുന അൽഹംദുലില്ലാ. എപ്പോഴും നമ്മ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യം നടന്ന് നമ്മ ജീവിതത്തിൽ പടച്ചോനെ മാഷാല്ലാ. ലക്ഷദ്വീപ് കാണാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ നമ്പറാക്കും.